ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കുമ്പളങ്ങ കറിയുടെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടി ഞാനൊരു പീസ് കുമ്പളങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് വേവാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് കീറിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു 1.25 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ഇച്ചിരി നന്നായി വറ്റുന്നവരെ ഒന്നുകൂടെ വേവിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് ഒന്നുകൂടെ തിളപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് നല്ല കട്ടിയുള്ള തൈരാണ്, അത്യാവശ്യം പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് തൈരാണ്, അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിക്കനുസരിച്ച് അളവ് കൂട്ടിയും കുറയ്ക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് തിളച്ച സൈഡെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിന് വേണ്ടി ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉലുവ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില, കുഞ്ഞുള്ളി കൂടെ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുമ്പളങ്ങ കറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എല്ലാം ഒരു അടിപൊളി ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.